കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമിസ്റ്ററിലെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം ആവാറായി. അപ്പോൾ നമുക്കതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. സോ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് 5 വെയിറ്റേജ് അങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കമൻസിനനുസരിച്ച് നമ്മൾ 2 വെയിറ്റേജിൻ്റെയും 3 വെയിറ്റേജിൻ്റെയും 5 വെയിറ്റേജിൻ്റെയും ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ വീഡിയോസ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 വെയിറ്റേജിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം. അത്രയും ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ നിങ്ങൾക്ക് ഇതിൽ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ് എന്താണെന്നാണ് നോക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് 2 വെയിറ്റേജിൽ ചോദിച്ചില്ലെങ്കിലും 3 വെയിറ്റേജിലും നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റ് സയൻസ്. ഓക്കെ, മാനേജ്മെൻറ്റ് സയൻസ് ഈസ് ആൻ അപ്രോച്ച് ഓഫ് എ മാനേജർ ടു സോൾവ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനേജറുടെ അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയാം. സോ മാനേജ്മെൻറ്റ് സയൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ റിസർച്ച് എന്നാണ് പറയുക. അതാണ് സെക്കൻഡ് പോയിന്റിൽ. ദെൻ ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ടു ഇംപ്രൂവ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഓപ്പറേഷൻസ്, ഡിസിഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിലെ ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ ഡിസിഷനുകൾ, മാനേജ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയും. ദെൻ ഓപ്പറേഷൻ റിസർച്ച് ഈസ് എ റിലേറ്റീവ്ലി ന്യൂ ഡിസിപ്ലിൻ. അതൊരു പുതിയ ഡിസിപ്ലിനാണ്. അതിൻ്റെ കണ്ടൻസ് ആയാലും ബൗണ്ടറീസ് ആയാലും ഒന്നും ഫിക്സഡ് അല്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഓപ്പറേഷൻ റിസർച്ചിന് ഒരുപാട് ഡെഫിനേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫിക്സഡ് അല്ല. ദെൻ ഓപ്പറേഷൻ റിസർച്ച് ടൂൾസ് ആർ നോട്ട് ഫ്രം എനി വൺ ഡിസിപ്ലിൻ. ഈ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടൂളുകളൊന്നും ഒരു ഡിസിപ്ലിനിൽ നിന്ന് മാത്രം എടുത്തതല്ല, ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. മൾട്ടി ഡിസിപ്ലിനറി ആണ്. സോ ഒരുപാട് സബ്ജക്റ്റുകൾ, അതായത് മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യൽ, പിന്നെന്താ പറയുക, നമ്മുടെ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ ടുഡേ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് പോപ്പുലർ സബ്ജക്റ്റ് ഇൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. നമ്മുടെ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലായാലും മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ സബ്ജക്റ്റാണ് ഇന്ന് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാനേജ്മെൻറ്റ് സയൻസിനെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാനേജ്മെൻറ്റ് സയൻസ് എന്നായിരിക്കില്ല, ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. രണ്ടായാലും സെയിം തന്നെയാണ് കേട്ടോ. മാനേജ്മെൻറ്റ് സയൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ റിസർച്ച്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്? Linear programming may be defined as a method of determining an optimum program of independent activities in a view of available resources. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. എന്ത് മെത്തേഡ്? ഡിറ്റർമൈനിങ് ആൻ ഒപ്റ്റിമം പ്രോഗ്രാം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ആക്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒപ്റ്റിമം പ്രോഗ്രാം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവിൽ വരുന്നത് ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ പോലും ഇതിനെ സബ്ജക്റ്റ് ചെയ്തിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ആ ലിമിറ്റേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ് എന്നാണ് നമ്മൾ പറയുക. അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് ടു നമ്പർ ഓഫ് ലിമിറ്റേഷൻസ് നോൺ ആസ് കൺസ്ട്രെയിൻസ്. ദെൻ ഈ കൺസ്ട്രെയിൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇക്വാളിറ്റിയുടെ ഫോമിലോ അല്ലെങ്കിൽ ഇക്വേഷൻസിൻ്റെ ഫോമിലോ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ആൻഡ് വേഴ്സറ്റൈൽ ടെക്നിക് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ടു എ വെറൈറ്റി ഓഫ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സച്ച് ആസ് അഡ്വർടൈസിങ്, പ്രൊഡക്ഷൻ എക്സെട്ര. അതായത് നമ്മുടെ മാനേജ്മെൻറ്റിലുള്ള അഡ്വർടൈസിങ്ങിലുള്ള പ്രോബ്ലംസ്, പ്രൊഡക്ഷനിലുള്ളത്, ഡിസ്ട്രിബ്യൂഷനിലുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേഴ്സറ്റൈൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ അസംഷനുകളാണ് സെർട്ടനിറ്റി ഉണ്ടായിരിക്കണം, ലീനിയാരിറ്റി ആവണം, ഒപ്റ്റിമാലിറ്റി ആണ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കാണാം അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു.
ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ടോട്ടൽ സപ്ലൈയും ആ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ആ പ്രോബ്ലത്തിൽ കൊടുത്തിരിക്കുന്ന ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ അല്ലാത്ത സിറ്റുവേഷൻ, ടോട്ടൽ സപ്ലൈ ഈസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഇത് രണ്ടും ഈക്വൽ അല്ലാത്ത സിറ്റുവേഷൻ ആണല്ലോ. ഈ ഈക്വൽ അല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ സപ്ലൈ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കോളം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, ഡമ്മി കോളം എന്ന് പറയും. അതിലത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ 0 ആയിട്ടായിരിക്കും എഴുതുക കേട്ടോ. അതാണ് പറയണേ, അഡീഷണൽ കോളം വിത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈക്വൽ ടു 0. ഇനി ടോട്ടൽ ഡിമാൻഡ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ, ടോട്ടൽ സപ്ലൈനേക്കാട്ടും കൂടുതൽ ടോട്ടൽ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ദെൻ വി ഇൻട്രൊഡ്യൂസ് അഡീഷണൽ റോ വിത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. മറ്റേതിൽ നമ്മൾ അഡീഷണൽ കോളല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ നമ്മൾ അഡീഷണൽ റോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുക, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റ്. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താണ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയസ് റിസോഴ്സുകൾ വാരിയസ് ആക്ടിവിറ്റീസിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 1-to-1 ബേസിസിലാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റും ടൈമും മിനിമൈസ് ചെയ്തുകൊണ്ടും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെയിലും പ്രോഫിറ്റും മാക്സിമൈസ് ചെയ്തുകൊണ്ട് വാരിയസ് റിസോഴ്സുകൾ വാരിയസ് ആക്ടിവിറ്റീസിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇൻ അസൈൻമെൻറ്റ് പ്രോബ്ലം നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് നമ്പർ ഓഫ് ടാസ്ക് ആർ ഈക്വൽ. അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലെ നമ്പർ ഓഫ് പേഴ്സൺസും നമ്പർ ഓഫ് ടാസ്കും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കും, ഈക്വൽ തന്നെ ആയിരിക്കും കേട്ടോ. ദെൻ ഈ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 മെത്തേഡാണ്. ആ മെത്തേഡിൻ്റെ പേര് പഠിക്കുക. എന്യൂമറേഷൻ മെത്തേഡ്, സിംപ്ലെക്സ് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ആൻഡ് ഹുങ്കേറിയൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസൈൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ദ നെക്സ്റ്റ് ടോപ്പിക്ക് ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ്, CPM. നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, നമ്മൾ നേരത്തെ അൺബാലൻസ്ഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ CPM, PERT ഒക്കെ കേട്ടോ. സോ നമുക്ക് നോക്കാം. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ് എന്നാണ് പറയുക. CPM ഇസ് ദ ടെക്നിക് ഓഫ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്. അതായത് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ് ഈ ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത്. വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് ഓൺലി സർട്ടൻ ആക്ടിവിറ്റീസ് ഓഫ് എനി പ്രൊജക്റ്റ്. അതായത് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്കാണ്? അതായത് നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ സെർട്ടൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം മാനേജ് ചെയ്യുക, അതിന് ടൈമൊക്കെ നമുക്കറിയാൻ പറ്റുന്ന സെർട്ടൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് CPM എന്ന് പറയുന്നത്. ഇൻ CPM ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പ്രിസൈസ് ടൈം എസ്റ്റിമേറ്റ് ഈസ് അവൈലബിൾ ഫോർ ഈച്ച് ആക്ടിവിറ്റി. നമ്മൾ ഈ CPM പ്രകാരം അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിക്കും കൃത്യമായിട്ടുള്ള ടൈം അവൈലബിൾ ആണ്. അതാണ് നമ്മൾ ഇതിലത്തെ അസംഷൻ എന്ന് പറയുന്നത്. എ കണ്ടിന്യൂസ് സീക്വൻസ്, ഇതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ആണ്. ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ആണ്. അത് സ്റ്റാർട്ട് ഇവൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ഇവൻറ്റിൽ അത് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് അറ്റ് ദ എൻഡ് ഇവൻറ്റിൽ അത് അവസാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ CPM അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്. ഈ ദ പാത്ത് വിത്ത് ദ ലാർജസ്റ്റ് ടൈം ഈസ് കോൾഡ് ക്രിറ്റിക്കൽ പാത്ത്. ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ടൈമുള്ള പാത്തിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ പാത്ത് എന്ന് പറയുക. ഇത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ പറയുമ്പോൾ. അപ്പോൾ ലാർജസ്റ്റ് ടൈമുള്ള പാത്തിനെ നമ്മൾ ക്രിറ്റിക്കൽ പാത്ത് എന്ന് പറയും. ആ ക്രിറ്റിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിനെ നമ്മൾ ക്രിറ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റീസ് എന്നാണ് പറയുക കേട്ടോ. അതാണ് CPM എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് PERT. എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ ടൂൾ ദാറ്റ് വുഡ് ഹെൽപ്പ് ദ പ്രൊജക്ട് മാനേജർ ഇൻ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതായത് പ്രൊജക്ട് മാനേജർക്ക് പ്രൊജക്ട് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് PERT. എനബിൾ ഹിം ഇൻ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് എ പ്രൊജക്ട് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് മെഷേഴ്സ് വേർ എവർ നെസസറി. അതായത് എന്താ മാനേജറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയോ? അതായത് ഒരു പ്രൊജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുക. അത് എന്താ പറയുക, മോണിറ്റർ ചെയ്യാൻ മീൻസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ആ അത്യാവശ്യ സമയത്ത് വേണ്ട കറക്റ്റ് മെഷറുകൾ എടുക്കാൻ വേണ്ടി മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് PERT എന്ന് പറയുന്നത്. ദിസ് ടെക്നിക്ക് ഇൻവോൾവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഈ ടെക്നിക്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. PERT ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ്
അൺസേർട്ടൺ ആക്ടിവിറ്റീസ് ഓഫ് എനി പ്രൊജക്റ്റ്. ടൈമിനെ കുറിച്ച് നമുക്ക് അറിയാത്ത, നമ്മൾ CPM-ൽ എന്താണ് നമ്മൾ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ടെക്നിക്ക് യൂസ് ചെയ്യണത് എന്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെർട്ടൺ ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ പെർട്ടിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പെർട്ടിൽ നമ്മൾ അൺസേർട്ടൺ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് പെർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്യുവർ സ്ട്രാറ്റജി, മിക്സഡ് സ്ട്രാറ്റജി. അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. ഗെയിം തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്യുവർ സ്ട്രാറ്റജിയും മിക്സഡ് സ്ട്രാറ്റജിയും. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾഗേറ്റും പെപ്സോഡൻറ്റും, ഇത് രണ്ടും രണ്ടും ടൂത്ത് പേസ്റ്റ് ആണല്ലേ, ഒരേ ഇതിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റുകളാണ് രണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, കോൾഗേറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്താണ്, അവർക്ക് അവരുടെ ആ പ്രൊഡക്റ്റിനെ അഡ്വർടൈസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്, പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒന്നെങ്കിൽ TV-യിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീനെ വെച്ചിട്ട് അഡ്വർടൈസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. പക്ഷേ അതിൽ ഈ കോൾഗേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെപ്സോഡൻ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ആ ഒരു കമ്പനിക്കാർ ഒരു സ്ട്രാറ്റജി മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഇപ്പോൾ കോൾഗേറ്റുകാർ യൂസ് ചെയ്യുന്നത് TV-യിൽ അഡ്വർടൈസിങ് മാത്രമാണെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീനെ നമ്മൾ പ്യുവർ സ്ട്രാറ്റജി എന്നാണ് പറയാം. പക്ഷെ അവർ കുറച്ച് TV-യിലും കൊടുക്കുന്നുണ്ട് പരസ്യം, പിന്നെ സെലിബ്രിറ്റീനെ വെച്ചും ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, മിക്സഡ് സ്ട്രാറ്റജി എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ, ഇഫ് ദ പ്ലെയർ ക്യാൻ ഐഡൻറ്റിഫൈ വൺ ആൻഡ് ഓൺലി വൺ സ്ട്രാറ്റജി ആസ് ദ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഇൻ ഈച്ച് പ്ലേ ഓഫ് ദ ഗെയിം. ആ ഗെയിമിൽ ആ ഒരു പ്ലെയർ എന്താണ് ഫോളോ ചെയ്യണത്, ഒരേ ഒരു സ്ട്രാറ്റജി, ഒരു ഒപ്റ്റിമൽ സ്ട്രാറ്റജി മാത്രമാണ് ആ ഒരു പ്ലെയർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയും. അല്ലെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി, ആ പ്ലെയറിൻ്റെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്നാണ് പറയുക. ആ ഒരു പ്ലെയർ കളിക്കുന്ന ഗെയിമിനെ നമ്മൾ ഗെയിം ഓഫ് പ്യുവർ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്യുവർ ഗെയിം എന്ന് പറയും. ഇൻ ദിസ് കേസ് ഈച്ച് പ്ലെയർ നോസ് എക്സാക്ട്ലി വാട്ട് ദ ഒപ്പോണൻറ്റ് ഈസ് ഗോയിങ് ടു ഡു. ഇപ്പോൾ ഈ കോൾഗേറ്റ് ഒരു ഇതിൽ തന്നെയാണ് സ്ട്രാറ്റജി, ഇപ്പോൾ TV-യിൽ മാത്രമാണ് പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കോൾഗേറ്റ് TV-യിൽ മാത്രമാണ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഫീൽഡിൽ പോവാം. അപ്പോൾ ആ ഒരു ഒപ്പോണൻറ്റിന് എന്തറിയാം, ആ ഒരു കമ്പനിക്കാർ ആ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഫോളോ ചെയ്യുള്ളൂ എന്ന് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള പ്ലെയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. അതിനെയാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുക. ദെൻ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഇഫ് ദർ ഈസ് നോ വൺ സ്പെസിഫിക് സ്ട്രാറ്റജി ആസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പെസിഫിക് സ്ട്രാറ്റജി ഒന്നും ഇവിടെ ഇല്ല ഏത് പ്ലെയേഴ്സിനായാലും. ഇതിൻ്റെ ഗെയിമിനെ നമ്മൾ ഗെയിം ഓഫ് മിക്സഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മിക്സഡ് ഗെയിം എന്ന് പറയും. ഈച്ച് പ്ലെയർ ഹാസ് ടു ചൂസ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ടൈം ടു ടൈം. ഓരോ സമയത്തും അവർക്ക് പല രീതിക്കുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനുകളാണ് ആ പ്ലെയേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാഡിൽ പോയിൻ്റ് എന്താണെന്ന്. സോ നമുക്ക് നോക്കാം. പ്ലേസ് ഇൻ ദ പേ ഓഫ് മെട്രിക്സ് വേർ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബ്രാക്കറ്റിലുള്ളത് പഠിച്ചാൽ മതി. മിനിമാക്സ് ഈക്വൽ ടു മാക്സിമിൻ, അതായത് മിനിമാക്സും മാക്സിമിനും ഈക്വൽ ആവുന്ന പേ ഓഫ് മെട്രിക്സിലെ പ്ലേസിനെയാണ് സാഡിൽ പോയിൻ്റ് എന്ന് പറയുക. ആ ഒരു സാഡിൽ പോയിൻറ്റിലെ പേ ഓഫ് നമ്മൾ വാല്യൂ ഓഫ് ദ ഗെയിം എന്നാണ് പറയുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസിനെ പ്യുവർ സ്ട്രാറ്റജീസ് എന്ന് പറയും. സോ നമ്മൾ അത്രയും ബ്രീഫായിട്ട് അത്രയും ഇതായിട്ടാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് എക്സാമിന് എഴുതാം കേട്ടോ. സോ നമുക്ക് സാഡിൽ പോയിന്റ് ഈസ് ലൈക്ക് എ ടൈ ഇൻ എ ഗെയിം വേർ 2 people ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുക, അതാണ് ഈ ഒരു സാഡിൽ പോയിന്റ് കൊണ്ട് പറയുന്നത്. ഇൻ സാഡിൽ പോയിന്റ് ബോത്ത് പ്ലെയേഴ്സ് ഹാവ് ചോസൺ ദെയർ ബെസ്റ്റ് സ്ട്രാറ്റജി. രണ്ട് പ്ലെയേഴ്സും അവരുടേതായിട്ടുള്ള ബെസ്റ്റ് സ്ട്രാറ്റജീസാണ് അവരിതിൽ ചൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ അതൊരു ഒപ്റ്റിമൽ സ്ട്രാറ്റജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ അവരവരുടെ ഒപ്റ്റിമൽ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ ബാലൻസ് ഓഫ് പവർ, അതിന് ഈ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം പോയിന്റാന്ന് പറയും. രണ്ട് പ്ലെയേഴ്സും ഈക്വലി ആയിട്ട് അവരവരുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നുണ്ട്. ദെൻ സ്റ്റെബിലിറ്റി, അത് സ്റ്റേബിളാണ്. സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേബിളാണ്, കാരണം ബോത്ത് പ്ലെയേഴ്സ് അഡോപ്റ്റ് ദെയർ സ്ട്രാറ്റജീസ്. രണ്ട് പ്ലെയേഴ്സും അവരുടെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് പേ ഓഫ് മെട്രിക്സ് ആണെന്ന് പറയാം.
സാഡിൽ പോയിന്റ് ആർ ടിപ്പിക്കലി ഐഡൻറ്റിഫൈഡ് ത്രൂ പേ ഓഫ് മെട്രിക്സ്. ഈ സാഡിൽ പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത് തന്നെ എന്ത് ഉപയോഗിച്ചിട്ടാണ്? പേ ഓഫ് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ എക്സിസ്റ്റൻസ്. എല്ലാ ഗെയിംസിലും ഈ സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. ചില സീറോ സം ഗെയിം പോലെയുള്ള ചില ഗെയിംസിൽ മാത്രമാണ് ഈ സാഡിൽ പോയിന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്കിങ്ങനെ 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ പാർട്ട് 2ഉം അതുപോലെ 3 വെയിറ്റേജും 5 വെയിറ്റേജിൻ്റെയും ക്വസ്റ്റ്യൻസൊക്കെ ഇടും കേട്ടോ. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.